സ്നേഹിതരും ഇങ്ങനെ തെറ്റുകാരാണെന്നുള്ള ആ ഒരു വിഷയത്തോട് നിങ്ങൾ നോക്കണമെന്നല്ല ഞാൻ പറയുന്നത്. But be cautious and careful and understand their friends in a deeper way. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെന്തിനാണ് വന്നത്, അവരെന്തിനാണ് സഹായിക്കാൻ നമ്മളെ വന്നത്, എന്താണ് ആ സ്നേഹം നമ്മളോട് കാണിക്കുന്നത്, ഇങ്ങനെ അമിതമായിട്ടുള്ള കരുതല് കാണിക്കേണ്ടവർ കാണിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ. So this is what the role of a parent is. ഇതാണ് ഒരു പിതാവിന്റെയും മാതാവിന്റെയും ഉത്തരവാദിത്വം. Giving a hedge of protection. എന്തിനാണ് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നമ്മൾ പരിശോധിക്കണം. Giving a hedge of protection around their family and children. അപ്പോ നിങ്ങളൊരു മാതാവ് എന്നുള്ള നിലയിൽ ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നമ്മൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. And it is like a net that will allow and disallow certain things. ഇത് നമ്മളെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു വല തന്നെയാണ്. In the IT terms we call something like a firewall. ഞങ്ങൾ ഫയർ വാൾ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഫയർ വാൾ എന്ന് പറയുന്ന Wi-Fi systems. വൈഫൈ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? Everybody has Wi-Fi at their home, most of you, right? നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള എത്ര പേരുണ്ട്? മൊബൈൽ എങ്കിലും കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർ വീട്ടിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ആർക്കും? No, I work for a company called Visa. ഞാൻ വിസ കാർഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. No, the moment I say I am from Visa, they think that we are earning a lot of money. ഞാൻ വിസ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി കാശ് ഉണ്ടാക്കുന്ന എല്ലാവരും വിചാരിക്കും. But we are not giving the cards to all the customers. It's the bank who gives the cards. ഞങ്ങൾ അല്ല കസ്റ്റമേഴ്സിന് കാർഡ് കൊടുക്കുന്നത്, മറിച്ച് ബാങ്കാണ് കാർഡ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. But what we manage is the network. ഞങ്ങൾ ഇവിടുത്തെ നെറ്റ്വർക്ക് മാത്രമേ അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു. It is like Wi-Fi. You go and insert an ATM card, and then it will take care of from there to your bank and then back to you cash. The entire process is being managed by us. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ് നിങ്ങൾ ആ ATM കാർഡ് മെഷീനിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ എവിടെയോ ഉള്ള ഒരു ബ്രാഞ്ചിലായിരിക്കും പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അത് നെറ്റുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് ലഭിക്കുന്നു. ഇതാണ് നെറ്റ്വർക്കാണ്. I think you all understand it. Let's say you have a account at Federal Bank. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. And you go to look for money somewhere and you find HDFC Bank ATM. നിങ്ങൾ ഫെഡറൽ ബാങ്കിലാണ് നിങ്ങളുടെ അക്കൗണ്ട് എങ്കിൽ HDFC ബാങ്കിന്റെ ATM കൗണ്ടറിൽ നിങ്ങൾ കടന്നു പോവുകയാണ്. Then you insert the card. നിങ്ങൾ കാർഡ് ഇട്ടു, and then you will get the money. പെട്ടെന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും. Right? So what happens is we take care of from the time that you insert card to the time that you get the money. നിങ്ങൾ പണത്തിനായിട്ട് ഈ കാർഡ് ഇടുന്ന സമയത്ത് തന്നെ പണം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയാണ്. So the entire process is managed by Visa cards. ഇവിടെ വിസ കാർഡ് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ മാനേജ് ചെയ്യുന്നത്. Now what we assure the bank and the customers is security. ഇവിടെ എന്താണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ നല്ല സംരക്ഷണമാണ്, അവരുടെ ക്യാഷിന് നല്ലൊരു സംരക്ഷണമാണ് ലഭിക്കുന്നത്. You will be assured that you will get cash if you dip your card. ഈ കാർഡ് തരുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ കാർഡ് കൊണ്ടിട്ടാലും എന്താണ് മെഷീനിൽ കൊണ്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പണം കിട്ടും. Second, we assure that there will not any fraud. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാഷ് വ്യാജമായി ആരും എടുത്തുകൊണ്ട് പോകത്തില്ല എന്നുള്ള ഉറപ്പ് വരുന്നു. And if there is a fraud, we will take care of managing it rightly. അതേപോലെ തന്നെ ഏതെങ്കിലും വ്യാജന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ പ്രത്യേക പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. And so many other things just to make sure that you have a secure connection. ഇതെല്ലാം ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. Now, this is called security. ഇതാണ് പറയുന്നത് സംരക്ഷണം എന്ന് പറയുന്നത്. Or other words, you can call it as protection for your money on a different level. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ഉറപ്പ്, അതിന്റെ സുരക്ഷിതത്വമാണ് ഇവിടെ ലഭിക്കുന്നത്. Now similarly, if you look at your life, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ, your family, നിങ്ങളുടെ കുടുംബത്തെ നോക്കുകയാണെങ്കിൽ, you need to protect them. നിങ്ങൾ അവരെ എല്ലാവരെയും ഉറപ്പോട് നിർത്തണം. You need to have something like a seed. നിങ്ങളുടെ ഒരു അരിപ്പ പോലെ ആയിരിക്കണം. So you need to know what you should allow inside your family and what you should say sorry. നിങ്ങൾ അവരോട് സോറി എന്ന് നിങ്ങൾ പറയാൻ കഴിയണം. You should be willing to say no in a way that your family and children can understand. ഇവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളും അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവരുടെ നോ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നോ എന്ന് പറയണം. Now for you to
where we talked about you need to walk with them and talk with them and make a relationship working strong. എന്നാൽ നമ്മൾ അവരോട് സംസാരിക്കുകയും അവരോട് നടക്കുകയും ചെയ്ത് അവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് ദൃഢമാക്കി കൊണ്ടുപോകണം. Now when you have such a relationship, you will have the authority to say no. എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ അവരുമായി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവരോട് നോ എന്ന് പറയുവാനുള്ള ധൈര്യവും അതുപോലെയുള്ള ഒരു കറയും നമുക്ക് ലഭിക്കത്തുള്ളൂ. And you should be spiritually pure and your life has to be pure so that you can say a no to them for certain things. നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരും നിങ്ങളുടെ ജീവിതം വിശുദ്ധമായി നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവരോട് അരുതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. David was not able to say or do anything to Amnon because one reason he also fell into the same sin. ഇവിടെ അമ്നോൻ ഇവിടെ കടന്നു വന്നാൽ സഹോദരി അടുത്ത് വന്ന് ശുശ്രൂഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ദാവീദിനെ അരുതെന്ന് പറയുവാനുള്ള യാതൊരു തരത്തിലുള്ള ബലവും ഇവിടെയില്ല. കാരണം എന്താ? ഇത്തരത്തിലുള്ള ബലഹീനതകൾ ദാവീദിനുണ്ടായിരുന്നു. Now that is something that you have to be very watchful. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം മാതൃകാപരമായി നയിക്കേണ്ടതാണ്. You know, our children are very, very observant than us. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും നമ്മളെ വളരെയധികം വീക്ഷിക്കുന്നവരാണ്. If you and your wife or if you and your husband have a fight, they will know it. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാൽ അത് അവർ കാണും. One day you and your wife or you and your husband, you don't talk in the right way, they will come to know about it. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കശാംശകൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ തിരിച്ചറിയും. You might be thinking, oh, he's a very small guy, he's just 6 years old, 5 years old, maybe he's 12 years, he has his own problems. You're wrong, they know about it. നിങ്ങൾ വിചാരിക്കും അവൻ 5-6 വയസ്സല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 വയസ്സേ ഉള്ളൂ, അവനെന്തോ ഞാനില്ലേ അവന് ആഹാരം കൊടുക്കുന്നത്, അവനവിടെ ഉണ്ടായിരുന്നാൽ മതി, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും, അത് വേറെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ നിസ്സാരമായി കരുതി കഴിഞ്ഞാൽ അവനത് മനസ്സിലാക്കിക്കൊണ്ടേ. Now as they grow, they are looking at you as father and mother as a role model. അപ്പോൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ മാതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെ അവർ വീക്ഷിച്ച് നിങ്ങളെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. If you look at the history and the research statistics of Indian families, a person from a broken family has a lot of challenges as they are preparing to get married. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാനെ കൊണ്ടുവരത്തിൽ തയ്യാറാകുമ്പോൾ അവർ നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട്. Now, I had a friend. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. She was not willing to get married, and we had to sit together with their father, mother, and her to help her understand and accept that she is willing to get married. എനിക്കൊരു ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടുത്തെ ആ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും ഇവരോട് കൂടെ ഇരുന്ന് ഈ കൊച്ചിനെ കൗൺസിൽ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. They were a very close friend to us. അവര് ഈ കുടുംബം ഞങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു കുടുംബമാണ്. But their husband and wife were two worlds apart. എന്നാൽ അവർ രണ്ട് ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് ഭാര്യ ഭർത്താവ് ജീവിക്കുന്നത്. Every time they are together in the family, they fight. അവരെപ്പോഴും ഭാര്യ ഭർത്താവ് ഒന്നിച്ച് കാണുമ്പോൾ അവിടെ ഒരു വലിയ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. But they had a love marriage. അവർക്ക് സ്നേഹമുള്ള വിവാഹമായിരുന്നു ഉണ്ടായത്. But after that, it all went away. അതിനുശേഷം അവര് വേറെ രീതിയിലൊക്കെ പോയി. And this girl who grew up to the age of marriage, she said, I'm not going to get married. എന്നാൽ ഈ കുഞ്ഞ് വളർന്നു വന്ന പെൺകുട്ടി വളർന്നു വന്നു അവൾ പറയുന്നു എനിക്ക് വിവാഹം വേണം. Reason very simple. I am looking at my mom and dad. What happiness is there in married life? അവര് പറയുന്നത് ഞാൻ എന്റെ അപ്പനും അമ്മയും കാണുന്നു, അവരുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷം? ഒന്നും കണ്ടിട്ടില്ല. No, that's the same your children will look at them and say, my dad goes to church, my mom goes to church. I don't see a difference. When they speak to a normal person, they speak like a normal person. ഇവിടെ എന്റെ അപ്പനും സഭയിൽ പള്ളിയിൽ പോകുന്നുണ്ട്, എന്റെ അമ്മയും പള്ളിയിൽ പോകുന്നുണ്ട്. എന്താണ് വ്യത്യാസം? അവരെല്ലാവരും വലിയ വിശുദ്ധിയോടൊക്കെ സംസാരിക്കുന്നു. Now what you are in the church may not be what you are outside sometimes. നിങ്ങൾ ചർച്ചിൽ എങ്ങനെ പെരുമാറുന്നോ ആയിരിക്കുന്നോ കാണുന്നോ അതുപോലെ ആയിരിക്കത്തില്ല പലപ്പോഴും വീട്ടിലും പുറത്തും പെരുമാറുന്നത്. Now you need to watch yourself. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ പരിശോധിക്കണം. You need to see where do you stand in front of God, either it be a church or house or office or on the street interacting with someone. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം സഭയിൽ വരുമ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മുടെ സ്നേഹിതരോട് ഇടപെടുമ്പോഴും സമൂഹത്തിൽ എവിടെയായിരുന്നാലും എപ്പോഴും നമ്മൾ ഒരേ രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്, അതോ വ്യത്യസ്തമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. I want to
call out each and everyone to live a life where you can be in a position of authority as a parent to guide your children. അതുകൊണ്ട് ഇന്ന് പകൽവേളയിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനും അപേക്ഷിക്കുവാനുമുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അധികാരത്തോട് അവരെ നടത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്യുവാനുള്ള ആത്മീയ അധികാരവും അതുപോലെ തന്നെ ആ തരത്തിലുള്ള മാതൃകപരമായ ഒരു ജീവിതവും നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം. Now you cannot take your authority for guaranteed reasons for any purpose because you are their father and mother. നിങ്ങൾ അപ്പനും അമ്മയായതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അധികാരത്തോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Because you need to earn that authority through the life that you live. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം കൊണ്ടാണ്, അതിൽ നിന്ന് ലഭിക്കുന്ന അധികാരത്തോടാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇടപെടേണ്ടത്. Here we see David, he was unable to stand and prove that authority because he himself did not have a great life. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ദാവീദിന് തന്റെ മകനോട് ഒന്നും പറയാനുള്ള അധികാരവും ശക്തിയുമില്ല. കാരണം വഴിവഴിച്ച ജീവിതത്തിന് ഉടമയായി ജീവിച്ച ഒരാളായിരുന്നു ദാവീദ്. And then when we go to verses chapter 14 verse 13 verse 28, 14:28 നമ്മൾ പിന്നെ വായിക്കുമ്പോൾ it talks about another son of him which is Absalom. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ അബ്സലോമിനെ കുറിച്ച് പറയുന്നുണ്ട്. And when Absalom lived in Jerusalem without seeing the king's face, ഇവിടെ രാജാവിന്റെ മുഖം കാണാതെ അബ്സലോം 2 സംവത്സരം മുഴുവൻ യെരൂശലേമിൽ പാർത്തു. he was in the same city. അവനും അതേ പട്ടണത്തിൽ തന്നെയാണ്. But he was not willing to look at the face of his father. തന്റെ പിതാവിന്റെ മുഖം നോക്കാൻ അവന് ധൈര്യമില്ല, അവന് താല്പര്യമില്ല. Because he did not like the way he dealt, how David dealt with Amnon. ഇവിടെ ദാവീദ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്നോനുമായി ഉണ്ടായ ആ വിഷയം സെറ്റിൽ ചെയ്ത അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആ രീതിയൊന്നും അബ്ശലോമിന് ഇഷ്ടപ്പെട്ടില്ല. Because David did not deal with the sin of Amnon, Absalom took the authority in his hands and went on to kill Amnon. ഇവിടെ ദാവീദ് ഈ കാര്യങ്ങളെ ക്രമീകരിക്കുവാനുള്ള അധികാരമോ പക്വതയോ ദാവീദിന് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അബ്ശലോം ഈ അമ്നോനെ കൊല്ലാൻ വേണ്ടി അധികാരം എടുക്കുകയാണ്. You can read the whole story from verses the chapter of 13 and 14. You know the entire story of what we are talking about. 13-14 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. If you do not have the spiritual authority over your family, your children, they will override you. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടുവാൻ വേണ്ടി നിങ്ങൾ ആത്മീയമായ അധികാരം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തീരുമാനമെടുക്കുവാനോ അവരെ ഉപദേശിക്കുവാനോ നമുക്ക് കഴിയില്ല. Now that authority has to come through the life that you live in Christ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയെ കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം കടന്നു വരുന്നത് നാം ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാരവും ശക്തിയുമാണ്. Hallelujah. Hallelujah. That is what God is asking you to do. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് പിതാവ് എന്നുള്ള നിലയിൽ മാതാവ് എന്നുള്ള നിലയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Hallelujah. Hallelujah. That is what we need to do as parents. അതാണ് പിതാവ് എന്നുള്ള നിലയിൽ മാതാവ് എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. Refine our ways in the Lord. ദൈവത്തിന്റെ വഴിയിലേക്ക് അവരെ നടത്തുക. So that we can know that this is the authority that God has given me and that I can take care of my children. അത് മുഖാന്തരം നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് മുഖാന്തരം നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് എനിക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിലേക്ക് കൈമാറുകയാണ്. That is what God is expecting from you today. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇന്ന് പകൽവേളയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവീയ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ്. God created us in His self-image. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിന്റെ മഹത്വത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. So that you can reflect His image in you. ദൈവത്തിന്റെ അതേ ആ സാദൃശ്യം, ദൈവത്തിന്റെ അതേ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. And that reflection can be upon your children. അതേ മഹത്വം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടാകണം. And if you do not reflect those values that God has given and shown when He lived in this world, then where are you living? നാം ദൈവം കാണിച്ച അതേ മാതൃകയിൽ നാം ജീവിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റൊരു സാഹചര്യത്തിലായിരിക്കും ജീവിക്കുന്നത്. And this will allow the third person in the life to come in. അത് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് മൂന്നാമതൊരു വ്യക്തി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. Not just in your family, in your life, between husband and wife, but also in your children's life. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഭാര്യ എന്നുള്ള നിലയിലും ഭർത്താവ് എന്നുള്ള നിലയിലും നമ്മുടെ ജീവിതത്തിൽ
കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മൂന്നാം വ്യക്തി കടന്നു വരികയാണ്. Now that is what we need to protect and pray for. ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത്. We have to be those people who stand in the needs for our parents, children.